ഇറ്റ്സ് മീ ലച്ചൂസ്. ഇത് ഇവർ രണ്ടുപേരും അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ്. ഹലോ പറഞ്ഞോ. ആ, ഇവർ രണ്ടുപേരും അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീടും പിന്നെ കുറച്ച് ചെടികളും ഞാനും ഇവിടെയുള്ള അമ്മയും അച്ഛനൊക്കെ നട്ട ചെടികളും എല്ലാം കാണിച്ചു തരാനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഫ്രണ്ടിൽ ഞാൻ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് ജസ്റ്റ് ആടാൻ. അപ്പോൾ അടുത്തതായി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീട്ടിലൊക്കെയുള്ള ചെടികളും പൂക്കളും എല്ലാമാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും കാണുന്നത് ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരെന്തുവാണെന്ന് എനിക്കറിയത്തില്ല, അമ്മയ്ക്ക് അറിയാം, ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ ചെടിയാണ് കാണുന്നത്. ഇത് ഫുള്ള് നിറച്ച് മുട്ടൊക്കെ വന്നിപ്പോണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ കാണുന്ന ചെടി. എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഇത് കണിക്കൊന്നയാണ്. അപ്പോൾ ഈ അടുത്ത് വെച്ചതാണ്, അതുകൊണ്ട് പൂത്തതൊന്നുമില്ല. പിന്നെ ഇത് ചെറിയ പാലപ്പൂല്ലേ, ഇതാണ്. പിന്നെ ഇതൊരു ഒരു കുറ്റിച്ചെടി പോലത്തെ മോഡലാണ്. അത് ഒരു ചെടിയാണ്, പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് സൈഡിൽ ലെവലിന് ചെയ്തേക്കുന്ന, ലെവലിന് അമ്മയാണ് നട്ടത്, ലെവലിന് നട്ട ചെടിയാണിത്. ഈ മൂടി വെച്ചിരിക്കുന്നത് വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഇത് റംബൂട്ടാനാണ്. പിന്നെ ഇത് തെറ്റിയാണ്, ഇതൊക്കെ ഞാൻ വെച്ചതാണ്. പിന്നെ ജാമ്പയ്ക്കാണ്, ജാമ്പമരം. പിന്നെ അതിനുശേഷം വരുന്നത് ഈ ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. സാധാരണ ഇവിടെയുള്ള ഇലച്ചെടി ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ അംബ്രല്ല പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് മറ്റേ കുട പോലെ നല്ല നിറഞ്ഞ് ഇലയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിനെ കാണുമ്പോൾ അങ്ങനെ തോന്നും. അതിനുശേഷം വരുന്നത് ഈ ഒരു പൂവാണ്. ഇത് ശിവപ്പൂവെന്നാണ് പറയുന്നത്. ഇത് നല്ല രസമാണ് കാണാൻ, നല്ല വെള്ള. അപ്പോൾ അടുത്തതായിട്ട് ഇതറിയാലോ എല്ലാവർക്കും, ചെമ്പരൻ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്ന ഇലച്ചെടികളാണ്. ഇത് 4 മണി എന്ന് പറയുന്ന പൂവാണ്. ഇതിനകത്ത് പൂ വന്നിട്ടില്ല. 4 മണി എന്ന് പറയുന്ന പൂവാണ്. പിന്നെ ഇതൊക്കെ ഇലച്ചെടിയാണ്. ഇതെല്ലാം ഇലച്ചെടിയാണ്. പിന്നെ ഇതെല്ലാം ഇലച്ചെടി. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ അങ്ങ് അറ്റത്തും ഈ ചെടിയില്ലേ, ഇവിടെ ലെവൽ ചെയ്തേക്കുന്ന ഈ ചെടികൾ അവിടെയും നട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അപ്പുറത്തെ സൈഡിലെ വ്യൂ അല്ല നമ്മുടെ ചെടികളൊക്കെ കാണാം. ഇവിടെയും ആദ്യം നമ്മൾ ലെവൽ ചെയ്ത് നട്ടിട്ടില്ലേ, ആ ചെടിയാണ് കാണുന്നത്. പിന്നെ അവിടെയൊക്കെ ഇത് പേരയ്ക്ക ഇരിക്കുന്ന മരം. പിന്നെ ഇതൊക്കെ നമ്മൾ കിഴങ്ങില്ലേ, അതാണ്, കിഴങ്ങ് നട്ടേക്കുവാണ് ഇതെല്ലാം. പിന്നെ ഇത് ഓറഞ്ച് ഇല്ലേ, ചെറിയ ഓറഞ്ച്, അതാണ്. ഇത് ചെമ്പരത്തിയാണ്. ഇത് ഓർക്കിഡ്, ഞാൻ ഇവിടെ കൊണ്ടുവച്ച ഓർക്കിഡാണ്. പിന്നെ പിന്നെ ഇത് എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് വിത്തിട്ട് കിളിപ്പിച്ചതാണ്. ഇത് എന്തുവരെന്ന് ഞാൻ മറന്നു. എന്തുവരെന്ന് അതിന് വലുതാകുമ്പോഴേക്കും ശരി. അടുത്തത് പിന്നെ അത് കുരുമുളകാണ്. ഇത് കുരുമുളകാണ് അപ്പോഴേക്കുന്നത്. പിന്നെ ഇത് അപ്പുറത്ത് ഞാൻ കാണിച്ചു തന്നില്ലേ കുറ്റിച്ചെടി, അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ ലെവലിന് ചെടി നട്ടിട്ടുണ്ട്. പിന്നെ തെറ്റി. പിന്നെ ഇത് ചെറിയാണ്, അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി. ചെറിയാണ്. പിന്നെ ഇത് ചാമ്പയ്ക്ക. ഇതിൽ ഇപ്പോഴേ കായ്ക്കൊക്കെ ചെയ്യും. ഇത് ചെറുതിലേ കായ്ക്കുന്ന ഒരു പ്രത്യേകതരം ചാമ്പയ്ക്കയാണ്. വാങ്ങി വെച്ചതാണ്. അതിനകത്ത് ചെറിയ കാണാൻ കഴിഞ്ഞു. ചെറിയ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇനി ബാക്ക് സൈഡിലാണ്, നമുക്ക് അവിടെ. ഇതാണ് നമ്മുടെ അടുക്കള ഭാഗം എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ഇവിടെയുള്ള ചെടികൾ കാണിച്ചു തരാം. ഇത് മുളകാണ്. ഇതൊരു വലിയൊരു മുളകാണ്. ഒരു മുളക് എവിടെ കാണിച്ചു തരാൻ. ഇത് വലുതാവും. ചെറുതാണ്, ഇതിനകത്ത് നിൽക്കുന്നത് ചെറുതാണ്, വലുതാവും ഇത്. അപ്പോൾ ഇതാണ് മുളക്, ഇവിടുത്തെ മുളക്. പിന്നെ ഇത് റംബൂട്ടാൻ തന്നെയാണ്. ഇത് റംബൂട്ടാൻ ഇവിടെ നിർത്തിയിട്ടുള്ളതാണ് റംബൂട്ടാൻ. പിന്നെ അടുത്തതായിട്ട് ഇത് പേരമരമാണ്. പേരൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇത് ആത്തിച്ചക്കയാണ്. അതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ അല്ലേ പൂ വന്നിട്ടുണ്ട്. അതിൻ്റെ പൂവാണിത്. അടുത്തത് പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ പൂ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനുശേഷം ഇത് പപ്പായ.
ഇത് പപ്പായയാണ്. പപ്പായ കണ്ടില്ലേ? പപ്പായ ഇവിടെയുണ്ട് പപ്പായ. പിന്നെ ഇത് ചെറിയ പപ്പായയാണ്. കണ്ടില്ലേ? ഇത് ചെറിയ പപ്പായയാണ്. ഇത് ചെറുതിലേ കായ്ക്കും. ഇത് കായ്ച്ചു കഴിഞ്ഞു. ചെറിയ പപ്പായ നല്ല രസമാണ്, ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ ബാഗിലും ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാണിക്കാനൊക്കെ ആയിട്ട്. ചെടികളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് കുറേ ചെടികളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിൽ. പിന്നെ ഞാൻ പേരൊക്കെ എഴുതി ഇടുമായിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നെയിംസൊക്കെ എഴുതി ഇടുമെന്ന്. ഓരോ പേര് ചോദിച്ചിട്ട് ഓരോ പേര് പറഞ്ഞിട്ട് ആ നെയിംസ് എഴുതി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ പേരും ഞാൻ എഴുതി തരുന്നതാണ്. ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെല്ലാവരുടെയും പേര് ഞാൻ എഴുതി തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. സീ യു ലേറ്റർ. ടാറ്റാ.